പരാജയപ്പെട്ടവരെ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് അത്ഭുതം സൃഷ്ടിക്കാമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് മൂഢത്തരമാണ്, വിഡ്ഢിത്തരമാണ്. നിങ്ങളുടെ ഭാഗത്ത് ഇനിയും ഒരുപാട് ടാക്ടിക്കൽ ഡിസിഷനുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് ഇന്ത്യയെ പരാജയപ്പെടുത്താനാകരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ പാടെ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പരാജയത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരമാകുമ്പോൾ ജയം തോൽവി അത് അനിവാര്യമാണ്, തോൽവി അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ടായിട്ടും തോൽവി ചോദിച്ചു വാങ്ങിയതുപോലെയാണ് ഇന്ത്യയുടെ പരാജയത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. മത്സരത്തിനിറങ്ങും മുന്നേ ഇന്ത്യക്ക് തന്നെയായിരുന്നു മുൻതൂക്കം പല കാരണങ്ങളാൽ. ഒന്നാമത് ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് മത്സരം. മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൻ്റെ 4 ദിവസം മുന്നെയാണ് ഇതേ ഗ്രൗണ്ടിൽ നെതർലാൻഡുമായിട്ട് ഇന്ത്യ കളിച്ചത്. എന്തുകൊണ്ടും ഇന്ത്യക്ക് സുപരിചിതമായ സാഹചര്യങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ചില ബ്ലണ്ടർ തീരുമാനങ്ങൾ തന്നെയായിരുന്നു ഈ പരാജയത്തിന് കാരണം എന്നുകൂടി പറയേണ്ടതുണ്ട്. ആദ്യ ഓവറിൽ തന്നെ ഇഷാൻ കിഷന് നഷ്ടമായപ്പോൾ ക്രീസിലെത്തിയത് തിലക് വർമ്മയായിരുന്നു. നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഇന്ത്യൻ ഇടതുകയ്യന്മാരുടെ ബലഹീനത എന്തെന്ന് എല്ലാ ടീമുകളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ബലഹീനത മുതലെടുത്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ വിജയം നേടാൻ ഓരോ ടീമും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലെങ്കിൽ പോലും അവിടെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ സൂര്യകുമാർ യാദവ് തയ്യാറാകണമായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇഷാൻ കിഷൻ ഔട്ടായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ക്രീസിലെത്തേണ്ടത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്ററായ സൂര്യകുമാർ യാദവ് ആയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് കനത്ത വില തന്നെയാണ് നൽകേണ്ടി വന്നത്. 2 പന്തുകൾ മാത്രം കളിച്ച് തിലക് വർമ്മ പുറത്താകുന്നു. ഒരുപക്ഷെ പാകിസ്ഥാനെതിരെ മാത്രമാണ് ഇന്ത്യ ആധികാരികത പുലർത്തിയുള്ളൊരു ജയം നേടിയതെന്ന് വേണം പറയാൻ. പക്ഷേ ആ ഒരു മത്സരത്തിൽ പോലും ഓഫ് സ്പിന്നിൽ ഇന്ത്യയെ കുടുക്കിയ ബൗളിംഗ് നമ്മൾ കണ്ടതാണ്. ഒരു പാർട്ട് ടൈം ബൗളറായ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗ വന്ന് ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ പുറത്താക്കുന്നു. അതിൻ്റെ മറ്റൊരു വേഷനാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കണ്ടത്. ഇന്ത്യക്കെതിരെ ആദ്യ ഓവർ ബോൾ ചെയ്യാനെത്തിയത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഐഡൻ മർക്രം. അവിടെ നഷ്ടമായത് അഭിഷേക് ശർമ്മയെ സംരക്ഷിക്കാൻ സ്ട്രൈക്ക് ആരംഭിച്ച ഇഷാൻ കിഷൻ്റെ വിക്കറ്റായിരുന്നു. 4 പന്തുകൾ മാത്രമാണ് ഇഷാൻ കിഷൻ കളിച്ചത്. 0 പുറത്താകുന്നു. മറ്റൊരു ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയേണ്ട തീരുമാനമായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് വലിയ സംഭവമായിട്ടാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. അതൊരു ടാക്ടിക്കൽ ഡിസിഷൻ ആയിരുന്നു, വളരെ തന്ത്രപരമായൊരു തീരുമാനമായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തിയതെന്ന്. ആർക്ക് പകരം? അക്സർ പട്ടേലിന് പകരം. ഇവിടെ വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേലിന് പോലും രക്ഷയില്ല. അയാളെ മാറ്റിക്കൊണ്ടാണ് വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെതർലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യ സൂപ്പർ 8 ഉറപ്പിച്ചതിന് ശേഷമാണ് നെതർലാൻഡുമായിട്ടുള്ള മത്സരം വരുന്നത്. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് ഒരു അവസരം നൽകുക എന്നതായിരിക്കാം അതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സൂപ്പർ 8-ൽ അതിനിർണായകമായ ആദ്യ മത്സരത്തിൽ വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേലിനെ പുറത്തിരുത്തി വീണ്ടും വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കുന്നു. സൂര്യകുമാർ യാദവ് പറഞ്ഞ ആ ടാക്ടിക്കൽ ഡിസിഷൻ ഡികോക്കിനെയും ഡയാൻ റിക്കൽട്ടനെയും പുറത്താക്കാൻ വാഷിംഗ്ടൺ സുന്ദറിനെ ഉപയോഗിക്കുക എന്നൊരു തന്ത്രമായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ പവർ പ്ലേയിൽ ബുംറ തന്നെ അവരുടെ കഥ കഴിച്ചിരുന്നു. പിന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പിന്നീട് 2 ഓവർ ബൗൾ ചെയ്ത വാഷിംഗ്ടൺ സുന്ദർ വിട്ടുകൊടുത്തത് 17 റൺസാണ്. അക്സർ പട്ടേലിനെ മാറ്റേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏതൊരു സാഹചര്യത്തിലും ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും അയാളുടെ കഴിവ് തെളിയിച്ചതാണ്. സമ്മർദ്ദ ഘട്ടങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി പല മത്സരങ്ങളും നന്നായി പന്തെറിഞ്ഞ ഒരു ബൗളറാണ്, ഒരു ഓൾറൗണ്ടറാണ്. ബാറ്റിങ്ങിൽ വാഷിംഗ്ടൺ സുന്ദർ എന്താണ് ചെയ്തത്? 11 പന്തുകൾ നേരിട്ട് 11 റൺസ് മാത്രമാണ് എടുത്തത്. ബൗളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ട് എറിയിപ്പിക്കാൻ ക്യാപ്റ്റന് കഴിഞ്ഞത് 2 ഓവറുകൾ മാത്രം. പിന്നെ ബാക്കി വന്ന 2 ഓവറുകൾ എറിഞ്ഞത് ശിവം ദൂബെയാണ്. ശിവം ദൂബെ 32 റൺസാണ് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒരു സുപ്രധാനമായ തീരുമാനമല്ല, സുപ്രധാനമായ മണ്ടത്തരമായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിനെ ആ 11-ൽ ഉൾപ്പെടുത്തിയത് എന്ന് വേണം പറയാൻ. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് മധ്യ ഓവറുകളിലെ ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ പരാജയമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പവർ പ്ലേ 4 ഓവറുകൾ പിന്നിടുമ്പോഴേക്ക് 20 റൺസിനിടെ സൗത്ത് ആഫ്രിക്കയുടെ 3 മുൻനിര ബാറ്റ്സ്മാൻമാരെയാണ് ഇന്ത്യ മടക്കിയത്. എന്നിട്ട് പോലും അവരെ പിടിച്ചുകെട്ടാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. മധ്യ ഓവറുകളിലാണ് ഇന്ത്യ ശക്തി കാണിക്കാറുള്ളത്. പക്ഷേ
ഇത്തവണ മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് പിടിവിട്ടുപോയി. അതിൻ്റെ മുഖ്യ കാരണം ഇന്ത്യ ഏറ്റവും വിശ്വസ്തനായി കരുതിയിരുന്ന വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യ കിരീടം നേടാനുള്ള സാധ്യതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കളിക്കാരൻ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ആ ബൗളർക്ക് പോലും അടി തെറ്റിപ്പോയപ്പോൾ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയി എന്ന് വേണം പറയാൻ. ഡെവാൾഡ് ബ്രേവിസിൻ്റെയും ഡേവിഡ് മില്ലറിൻ്റെയും അഴിഞ്ഞാട്ടത്തിൽ ഇന്ത്യയുടെ വിശ്വസ്തനായ ബൗളർ വരുൺ ചക്രവർത്തി അധിക റൺസ് വഴങ്ങേണ്ടി വന്നത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. 4 ഓവറുകൾ ബൗൾ ചെയ്ത വരുൺ ചക്രവർത്തി വിട്ടുകൊടുത്തത് 47 റൺസാണ്. അതും ഈ പരാജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാരണം ഫോമിലല്ലാതിരുന്ന അഭിഷേക് ശർമ്മയെയും തിലക് വർമ്മയെയും ഒരുമിച്ച് 11-ൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതൊരു പ്രധാന കാരണം തന്നെയാണ്. സഞ്ജുവിനെ 11-ൽ പരിഗണിക്കുന്നില്ലേ എന്ന മീഡിയക്കാരുടെ ചോദ്യത്തിന് പരിഹാസച്ചിരിയോടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആരെ മാറ്റിക്കൊണ്ടാണ് സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്തേണ്ടത്? അഭിഷേക് ശർമ്മയെയോ തിലക് വർമ്മയെയോ എന്ന് പരിഹാസച്ചിരിയോടെ ചോദിച്ച സൂര്യകുമാർ യാദവിൻ്റെ ആ ഒരു പരിഹാസച്ചിരിക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ പരാജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് നല്ലൊരു തുടക്കം എന്നുള്ളത്. ആ ഒരു തുടക്കം നൽകാൻ 3 തവണ 0-ന് പുറത്തായ അഭിഷേക് ശർമ്മയേക്കാൾ എന്തുകൊണ്ടും അവിടെ അനുയോജ്യൻ സഞ്ജു സാംസൺ തന്നെയായിരുന്നു. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റും കോച്ചും ഇന്ത്യൻ ക്യാപ്റ്റനും എന്നുള്ളതാണ് നിരാശപ്പെടുത്തുന്നത്. കഴിഞ്ഞ മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യൻ ഓപ്പണർമാർ 0-ന് പുറത്താകാത്ത ഒരേ ഒരു മത്സരമാണുള്ളത്. ബാക്കി എല്ലാ മത്സരങ്ങളും ഇന്ത്യൻ ഓപ്പണർമാർ 0-ന് പുറത്തായിട്ടുണ്ട്. അതിൽ 3 തവണ അഭിഷേക് ശർമ്മയും കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷനും. 0-ന് പുറത്താകാത്ത ഒരേ ഒരു മത്സരം മാത്രമാണ് നമീബിയക്കെതിരെ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ഓപ്പൺ ചെയ്ത മത്സരം. ഇന്ന് സഞ്ജു സാംസൺ നല്ലൊരു തുടക്കം നൽകിക്കൊണ്ട് തന്നെയാണ് പുറത്താകുന്നത്. 8 പന്തുകൾ നേരിട്ട് 22 റൺസ്. 20-20 ഫോർമാറ്റിൻ്റെ ശൈലി അതുതന്നെയാണ്. അതല്ലാതെ തിലക് വർമ്മ കളിക്കുന്നത് പോലെ എല്ലാ മത്സരങ്ങളും 24 പന്തുകൾ നേരിട്ട് 22-ഉം 26-ഉം റൺസ് എടുക്കുക എന്നുള്ളതല്ല 20-20. പക്ഷേ സൂര്യകുമാർ യാദവ് പറഞ്ഞത് എന്താണ്? അവർ മുൻകാലങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചവരാണ്, അതുകൊണ്ട് അവരെ പുറത്താക്കാൻ കഴിയില്ല. ആയിക്കോട്ടെ, അവരെ സംരക്ഷിച്ചോളൂ, പക്ഷേ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയെ കുരുതി കൊടുക്കരുത് എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് പറയാനുള്ളത്. സഞ്ജു സാംസനെ നിങ്ങൾക്ക് കളിപ്പിക്കാതിരിക്കാം, അത് ടീം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടം. പക്ഷേ സാധ്യതകൾ ഉള്ളപ്പോൾ ആ സാധ്യതകളെ എന്തോ ഒരു പിടിവാശിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് പരാജയപ്പെട്ടവരെ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് അത്ഭുതം സൃഷ്ടിക്കാമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് മൂഢത്തരമാണ്, വിഡ്ഢിത്തരമാണ്. നിങ്ങളുടെ ഭാഗത്ത് ഇനിയും ഒരുപാട് ടാക്റ്റിക്കൽ ഡിസിഷനുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് ഇന്ത്യയെ പരാജയപ്പെടുത്താനാകരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.